ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ലക്ഷ്യം കാണുമോ? ആദ്യം പ്രധാന വാർത്ത. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പരാജയത്തിലേക്ക്. അപേക്ഷകരിൽ 10% പോലും ഭൂമി നൽകിയില്ല. ഭൂരഹിതർക്ക് വിതരണം ചെയ്തത് വാസയോഗ്യമല്ലാത്ത ഭൂമി. ഡീസൽ ക്ഷാമം മൂലം KSRTC സർവീസുകൾ മുടങ്ങുന്നു. മുൻകൂർ പണം നൽകാത്തതിനാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡീസൽ നൽകുന്നത് നിർത്തി. ഡീസൽ ലഭ്യതയനുസരിച്ച് സർവീസ് നടത്തിയാൽ മതിയെന്ന് ഡിപ്പോകൾക്ക് നിർദ്ദേശം. കതിരൂർ മനോജ് വധക്കേസിൽ UAPA ചുമത്തിയതിനെതിരെ മുസ്ലിം ലീഗ്. വിചാരണ കൂടാതെ തടവിലിടുന്ന ഒരു നിയമത്തെയും ലീഗ് അംഗീകരിക്കില്ല. ലീഗിന്റെ വിയോജിപ്പ് UDF യോഗത്തിൽ അറിയിക്കുമെന്നും ജനറൽ സെക്രട്ടറി KPA മജീദ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി തൽബിയത്ത് മന്ത്രങ്ങൾ ഉരുവിട്ട ഹാജിമാർ മിനായിൽ. അറഫ സംഗമം നാളെ. 2015 സംസ്ഥാനത്തെ എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പരാജയത്തിലേക്ക്. പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ അപേക്ഷകരിൽ 10% പോലും ഭൂമി നൽകാനായിട്ടില്ല. കണ്ടെത്തിയ ഭൂമിയാകട്ടെ താമസയോഗ്യവുമല്ല. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ലക്ഷ്യം കാണുമോ? പദ്ധതി കേരളത്തിലെ ഭൂപ്രശ്നത്തെ സ്പർശിക്കുന്നുണ്ടോ? സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA തൃശൂർ സ്റ്റുഡിയോയിൽ, കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബു ന്യൂസ് ഫ്ലോറിലുണ്ട്, TT ശ്രീകുമാർ സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹം സ്കൈപ്പിൽ അഹമ്മദാബാദിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. VT പ്രദീപ് കുമാർ ഹരിതസേന ചെയർമാനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, 2015 മുഴുവൻ ഭൂരഹിതരെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് UDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതുവരെ 10% പേർക്ക് പോലും ഭൂമി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ സർക്കാർ തന്നെ സമ്മതിക്കുന്നു. അടുത്ത വർഷം ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് എന്തെങ്കിലും ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? ഇത് ഒരു ആംബിഷ്യസ് പ്രോഗ്രാമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരഹിതരില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കണമെന്ന UDFൻ്റെ ഒരു ആഗ്രഹവും അതനുസരിച്ചിട്ടുള്ളൊരു തീരുമാനവും അതനുസരിച്ച് ചില നയങ്ങൾ രൂപീകരിച്ച് ഭൂമി കണ്ടെത്താനുള്ള ശ്രമവും ഭൂരഹിതരെ കണ്ടെത്താനുള്ള ശ്രമവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇത്രയും കൂടുതൽ അപേക്ഷകൾ ഉണ്ടാകുമെന്ന് ആദ്യം ഒരു പ്രതീക്ഷയോ കണക്കുകളോ അല്ലെങ്കിൽ ധാരണയോ ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതനുസരിച്ച് 3.5 ലക്ഷം ആളുകളാണ് ഭൂമിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ 3.5 ലക്ഷം ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 സെൻറ്റ് വെച്ചാൽ അതിൻ്റെ ഗുണിതം വെച്ച് അത്രയും സെൻറ്റുകൾ ഭൂമി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ശ്രമകരമായ ഭൂലഭ്യത ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ് ഈ കേരളം. ആ കേരളത്തിൽ അത്ര പെട്ടെന്ന് ഇത് കണ്ടെത്തിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സമയം ഇത്തിരി വൈകിയാലും, സമയം 2015 സെപ്റ്റംബറിൽ തന്നെ വേണം എന്നൊന്ന് ഒരു നിർബന്ധം പിടിക്കുക, ഭൂമി ഇല്ലാത്തയിടത്ത് നിന്ന് ഭൂമി എടുക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രയാസപ്പെട്ടുള്ളൊരു കാര്യങ്ങളാണല്ലോ. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ അംബീഷ്യസ് പ്രോഗ്രാമാണ്. കുടിവെള്ളം കൊടുക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു നിർബന്ധികമായ അല്ലെങ്കിൽ ബാധ്യതാപരമായ സമീപനമല്ല. വെൽഫെയർ സ്കീമിൽ, സാമൂഹ്യ പരിഷ്കരണ നടപടിക്രമങ്ങളിൽ UDF ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത് ഭൂമിയില്ലാത്തവർ മാത്രമായിരിക്കണം കേരളത്തിൽ എന്ന ഒരു സാമൂഹ്യ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഈ തരം സമീപനങ്ങൾ എടുക്കുന്നു. അതിനിത്തിരി സമയങ്ങൾ എടുത്തു പോയാൽ പോലും അതൊരു തെറ്റോ വീഴ്ചയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥയോ ആയി കാണാൻ നിവൃത്തിയില്ല. ഇത്രയും ആളുകൾക്ക് ലഭിച്ചു. അതിൻ്റെ പിൻഗതയായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കണ്ടെത്തിയ ഭൂമി വിതരണം ചെയ്യാനുള്ള ശ്രമം നടത്തും. പലർക്കും തന്നെ ഭൂമി കൊടുത്തത് അവർക്ക് തൃപ്തികരമല്ല, വാസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ശീലിച്ചു വന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോവുക അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പരിസര പ്രദേശത്ത് ഭൂമി കിട്ടണം എന്നവർ ആഗ്രഹിക്കുക സ്വാഭാവികവുമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭൂമി ഇത്തിരി അകലത്തിലാണെങ്കിൽ അവർ സ്വീകരിക്കായ്മയുണ്ട്, ഭൂമിയുടെ ലഭ്യതയില്ലായ്മയുണ്ട്. നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് വേണം ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ. എന്നിരുന്നാലും ഈ ഗവൺമെൻറ് ഇതിൽ പ്രതിബദ്ധതയുള്ളതാണ്, പ്രതിജ്ഞാബദ്ധമാണ്. ഭൂരഹിതരായ കേരളം എന്ന സാമൂഹ്യ സങ്കല്പത്തെ പൂവണിയിക്കാനുള്ള എല്ലാ പരിശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സുരേഷ് ബാബു മടങ്ങിയെത്താൻ പ്രദീപ് കുമാർ,
ഇവിടെ സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഏത് പദ്ധതിയും ഇത് 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയാണ്. ഏത് പദ്ധതിയും അതിൻ്റെ ആദ്യ ലാപ്പിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോവുക. ഇപ്പോൾ 10% പേർക്ക് മാത്രമേ ഭൂമി വിതരണം ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോഴും അതിൻ്റെ അവസാന ലാപ്പിൽ ചിലപ്പോൾ കൂടുതൽ പേർക്ക് നൽകാൻ കഴിഞ്ഞേക്കും. ഈ പദ്ധതി കുറച്ച് വൈകിയാണെങ്കിൽ പോലും, ഇനി 2015 ഇത് പൂർത്തിയായില്ലെങ്കിൽ പോലും ഒരു ഭൂരഹിതരെ ഇല്ലാതാക്കുന്ന വലിയ ലക്ഷ്യം വെച്ചുള്ളൊരു പദ്ധതി എന്ന നിലയിൽ പിന്നീട് ഇത് പൂർത്തിയായാൽ പോലും കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണെന്നാണ് സുരേഷ് ബാബു പറയുന്നത്. അല്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ഭൂമിയായിട്ട് ചിന്തിക്കുമ്പോൾ 1985 നമ്മൾ ഔദ്യോഗികമായ കണക്കനുസരിച്ച് കേരളത്തിലെ വാസയോഗ്യമായതും കൃഷിയോഗ്യമായ ഭൂമിയിൽ 68% ഭൂമിയും 57% ജനങ്ങളുടെ കൈവശമായിരുന്നു. പക്ഷേ 2010 വന്നപ്പോൾ ഈ ഭൂമി ഏകദേശം 32% ജനങ്ങളുടെ കൈകളിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് ഭൂമി നഷ്ടപ്പെടുകയും ആ ഭൂമി ഒരു വൻകിടക്കാരുടെ അല്ലെങ്കിൽ ആ രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുള്ളവരുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഭൂരഹിത കേരളം പദ്ധതിയിൽ വന്നിരിക്കുന്ന 3 ലക്ഷത്തിലാണ് അപേക്ഷ. 1-ാം ഘട്ടം അപേക്ഷ മാത്രമാണ്. 2-ാം ഘട്ടം 3-ാം ഘട്ടം അപേക്ഷകൾ ഇതിൽ കൂടുതലും കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ആകെ കൊടുത്തിരിക്കുന്ന 34,000 ചില്ലാണ് ആൾക്കാരുടെ അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയ ഭൂമി എന്ന് പറയുന്നത് 1297 ഹെക്ടർ ഭൂമി മാത്രമാണ്. ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും വലിയ ബൃഹത്തായ ഒരു അംഗസംഖ്യ, അതായത് ഏകദേശം 6 ലക്ഷത്തോളം അപേക്ഷ ഇനിയും പെൻഡിങ് ഇരിക്കുമ്പോൾ ഈ ഭൂമി കണ്ടെത്താൻ വേണ്ടി കേരള ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഭാഗത്ത് ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്ന മറുപടി പ്രകാരം അനധികൃതമായി ഭൂമി കയ്യേറിയ എത്ര ഭൂമികൾ, ഗവൺമെൻറ്റിന് ഔദ്യോഗികമായി യാതൊരു കണക്കുമില്ല. അതേപോലെ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമികൾ എത്രയുണ്ട്? ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കേരളത്തിൽ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമികളുണ്ട്. ഈ ഭൂമി തിരിച്ചു പിടിച്ച് ഇവിടുത്തെ സാധാരണക്കാരന് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഗവൺമെൻറ്റിന് ആധികാരികമായിട്ട് ഇതിനെ കണക്ക് ലഭ്യമല്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് 2015 ഈ പദ്ധതി ഗവൺമെൻറ്റിൽ പ്രായോഗികമായി, അല്ലെങ്കിൽ 2015 നമുക്ക് കുറേ കൂടി സമയം കൊടുത്തു കഴിഞ്ഞാൽ പോലും എങ്ങനെ ഗവൺമെൻറ്റിന് ഈ പദ്ധതി മുന്നോട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ല ഒരു കുട്ടി ഈ ഭൂമുഖത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഭൂമിക്ക് അവകാശിയാണ്. അത് അവൻ്റെ ജന്മനുള്ള അവകാശമാണ്. ഒരു ഭൂമിയില്ലാത്ത ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ബാപ്പയുടെ കുട്ടിയായി ജനിച്ചുപോയി എന്നതുകൊണ്ട് ഭൂമി നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ ഗവൺമെന്റിന്റെ ഔദാര്യമല്ല ഭൂമി എന്ന് പറയുന്നത്. പ്രദീപ് കുമാർ, എല്ലാ കാലത്തും എല്ലാവർക്കും ഇങ്ങനെ ഭൂമി വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നത് പ്രായോഗികമാണോ എന്ന് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ സി രവീന്ദ്രനാഥ്, ഇവിടെ സർക്കാർ തന്നെ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. 2013 നിയമസഭയിൽ LDF-കാരായ ചില MLA-മാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയതിൽ 599.66 ഹെക്ടർ ഭൂമിയാണ് ഇതുവരെ വിതരണത്തിനായി സർക്കാരിൻ്റെ കൈവശമുള്ളത്. മറ്റൊരു ചോദ്യം CPM-കാരായ ചില MLA-മാർ ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു സർക്കാരിൻ്റെ കൈവശം എത്ര ഭൂമിയുണ്ട് എന്ന ചോദ്യത്തിന് ഇനിയും അത്തരമൊരു വിവരം ലഭ്യമല്ല എന്നാണ് മറുപടി നൽകിയത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഭൂപരിഷ്കരണം പ്രക്രിയ നടന്ന ഒരു കാലഘട്ടമുണ്ട്. 1957 മുതൽ 70 വരെയുള്ളൊരു കാലഘട്ടത്തിന് ശേഷം ഗൗരവമായി ഇത്തരത്തിൽ ഭൂവിതരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ഈ UDF സർക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവത്തിൽ തന്നെയാണോ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത്തരമൊരു ഗൗരവം ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഉള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ? കരുതുന്നില്ല. എല്ലാവർക്കും ഭൂമി റൈറ്റ്. മടങ്ങിയെത്താം താങ്കളിലേക്ക്. TT ശ്രീകുമാർ, ആ ചോദ്യം താങ്കളോട് ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ പ്രക്രിയ ഇടക്കാലത്ത് നിലച്ചു പോയതിനു ശേഷം UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഭൂവിതരണം തുടരുന്നതിനുള്ള ഒരു ഇച്ഛയോടുകൂടി തന്നെയായിരുന്നു. അത്തരത്തിലൊരു ഗൗരവം ഈ പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് ഇതില് ശ്രീ സുരേഷ് ബാബു MLA ചൂണ്ടിക്കാണിച്ചതിനോടുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം ഇതൊരു ക്ഷേമ പദ്ധതിയായിട്ടാണ് പറഞ്ഞത്. ഭൂവിതരണം എപ്പോഴും ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയായിരിക്കണം ഭൂവിതരണം. ഈ ഭൂവിതരണ പദ്ധതിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു ഭൂവിതരണ പരിപാടിയല്ല. ഭൂപരിഷ്കരണമില്ലാത്ത ഭൂവിതരണം ഇതുപോലൊരു ക്ഷേമ പദ്ധതിയായി നിലനിൽക്കുകയും അത് എങ്ങും എത്താതെ പോവുകയും ചെയ്യും. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണത്തിന്റെ രാഷ്ട്രീയമാണ്. ഭൂപരിഷ്കരണത്തിന്റെ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത് കൃഷിഭൂമി ഇല്ലാത്ത ദളിത് ആദിവാസി വിഭാഗങ്ങളാണ്. അവര് രണ്ടാം ഭൂപരിഷ്കരണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് തന്നെ പുനർവിതരണത്തിനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം സമരങ്ങൾ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാം ഭൂപരിഷ്കരണം എന്ന മുദ്രാവാക്യത്തെ
മുമ്പിൽ വെക്കാതെ, രണ്ടാം ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാതെ, രണ്ടാം ഭൂപരിഷ്കരണത്തിന്റെ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതികൾ ചെയ്യാതെ യാതൊരു തരത്തിലുള്ള ഭൂവിതരണവും സാധ്യമല്ല. ഇവിടെ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. അതിന് സ്വകാര്യ വ്യക്തികളുടെയും മറ്റും ഭൂമി വെറുതെ ഏറ്റെടുക്കുമ്പോൾ കോടതികളിൽ ധാരാളം വ്യവഹാരങ്ങൾ ഉണ്ടാവുകയും അത് നീണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരാണ് ഈ ഭൂരഹിതർ എന്നുള്ളത് ഈ ഗവൺമെന്റിന് വ്യക്തമല്ല. ആരെയാണ് ഭൂരഹിതർ എന്ന് ഉദ്ദേശിക്കുന്നത്? വീണ്ടും ആബ്സെന്റ് ലാൻഡ് ലോഡ്സ് ആകാൻ ഉദ്ദേശിക്കുന്ന മധ്യവർഗത്തെയാണോ ഈ ഭൂരഹിതരായി കാണുന്നത്? അതോ പരമ്പരാഗതമായി തന്നെ ഒന്നാം ഭൂപരിഷ്കരണത്തിൽ ഭൂമി കിട്ടാതെ പോയ, ഒന്നാം ഭൂപരിഷ്കരണത്തിൽ വഞ്ചിക്കപ്പെട്ട വിഭാഗങ്ങൾക്കാണോ ഭൂമി നൽകുന്നത്? അവർക്ക് വേണ്ടത് വെറും പാർപ്പിടത്തിലുള്ള ഭൂമിയല്ല. ഇത് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടത് കൃഷിഭൂമിയാണ്. ഇവിടെ നടന്നിട്ടുള്ള ഭൂസമരങ്ങളെല്ലാം തന്നെ കൃഷിഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും കൃഷിഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്, അല്ലാതെ പാർപ്പിടത്തിന് വേണ്ടിയുള്ള സമരമല്ല. അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അപേക്ഷിക്കും. ആ അപേക്ഷയ്ക്ക് പുറകെ ധാരാളം സമയം പോവുകയും അതിനുവേണ്ടി കുറെ പേർക്ക് കിട്ടും, കുറെ പേർക്ക് കിട്ടില്ല എന്നുള്ളത് വരും. എന്നാൽ ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള, ഇതിനെ നിർവചിക്കാനുള്ള ഒരു സന്നദ്ധത സർക്കാർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഭൂരഹിത വിഭാഗങ്ങൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളോട് ഗവൺമെന്റ് ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നിൽപ്പ് സമരം തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി. ഗവൺമെന്റ് ഒരു നിലപാടില്ല അതിനോട്. അത്തരത്തിലുള്ള നിരവധി ഭൂസമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഭൂവിതരണം എന്ന് പറയുന്ന ഒരു ക്ഷേമ പദ്ധതി. സുരേഷ് ബാബു പറഞ്ഞത് വളരെ ശരിയാണ്. സർക്കാർ ഇതിനെ ഒരു ക്ഷേമ പദ്ധതിയായിട്ടാണ് കാണുന്നത്. ഇതൊരു ക്ഷേമ പദ്ധതിയല്ല, ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടിയായിരിക്കണം ഭൂവിതരണം. അതൊരു രാഷ്ട്രീയ പരിപാടിയാവണമെങ്കിൽ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഒന്നാം ഭൂപരിഷ്കരണത്തിൽ ഭൂമി ലഭിക്കാതെ പോയ ഒരു ജനവിഭാഗമുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത്തരത്തിൽ കുറച്ച് പേർ അവഗണിക്കപ്പെട്ടു എന്നുള്ള കാര്യം LDFും CPM എല്ലാം സമ്മതിച്ചതാണ് പിൽക്കാലത്ത്. പക്ഷേ അവരെ പിന്നീട് പുനരധിവസിപ്പിക്കാൻ വേണ്ടി പിന്നീട് വന്ന സർക്കാരുകൾ, LDF UDF സർക്കാരുകൾ അവരെ ലക്ഷം വീട് കോളനികളിലേക്ക്, അല്ലെങ്കിൽ 3 സെന്റ് 5 സെന്റ് തുടങ്ങിയ ചെറുകിട ഭൂമിയിലേക്ക് അവരെ ഒതുക്കുകയാണ് ചെയ്തത്. സമാനമായ ഒരു പരിഹാര മാർഗമാണ് ഈ 50 വർഷത്തിന് ശേഷം ഇപ്പോൾ രണ്ടാം ഭൂപരിഷ്കരണത്തിന് വേണ്ടി ചില വിഭാഗങ്ങളിൽ നിന്ന് മുറവിളി ഉയരുമ്പോൾ LDF സർക്കാരും UDF സർക്കാരും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പദ്ധതിയുടെ കാര്യക്ഷമതയിൽ, നടത്തിപ്പിൻ്റെ കാര്യക്ഷമതയിൽ തർക്കമുണ്ടാകാം. പക്ഷേ പരിഹാര മാർഗം ഇരു മുന്നണികൾക്കും ഒന്ന് തന്നെയാണ് എന്നാണ് TT ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നത്തിൻ്റെ മറുവശം. അല്ല, ശ്രീകുമാർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ഒരേ സമീപനമാണ് എടുക്കുന്നതിനോട് മാത്രം യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇത് ഒരു ക്ഷേമ പദ്ധതിയായി UDF വ്യാഖ്യാനിക്കുന്നതിൻ്റെ അപകടം ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചു. ക്ഷേമ പദ്ധതിയാണെന്ന് സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചു. അവിടെ തന്നെയാണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ പ്രഖ്യാപിച്ച ഈ പരിപാടി ലക്ഷ്യത്തിലെത്താതിരിക്കാനുള്ള കാരണം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാഴ്ചപ്പാടാണ്. സമ്പത്തിൻ്റെ വിതരണം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഒരു സാമ്പത്തിക നയത്തിന് മാത്രമേ ഭൂപരിഷ്കരണത്തിൻ്റെ യഥാർത്ഥ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി തരുന്ന നവ ലിബറൽ സാമ്പത്തിക നയത്തിൽ സമ്പത്തിൻ്റെ വിതരണം എന്ന ആശയം ഇല്ല എന്ന് മാത്രമല്ല, സമ്പത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ആശയമാണ് നിലകൊള്ളുന്നത്.